ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്ലസ് ടു ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്ലസ് ടു എക്കണോമിക്സിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പാഠഭാഗങ്ങളാണ് തുടങ്ങുന്നത്. നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ 1-2 പാഠങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ 6 പാഠങ്ങളുണ്ട്. മാക്രോ എക്കണോമിക്സിലും 6 പാഠങ്ങളുണ്ട്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത് മൈക്രോ എക്കണോമിക്സിൽ ഇൻഡിവിജ്വലായിട്ടുള്ള, അതായത് സൂക്ഷ്മമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ മാക്രോ എക്കണോമിക്സിൽ ദേശീയ വരുമാനം, അതുപോലെ തന്നെ മണി ആൻഡ് ബാങ്കിങ്, ഗവൺമെൻറ് ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിങ്, ഇതൊക്കെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. ഇപ്പോൾ നോട്ട് ബേസ്ഡ് ആണ് നമ്മുടെ ക്ലാസ്. ആ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻസ്, അതായത് ചാപ്റ്റർ മാക്രോ എക്കണോമിക്സിൽ ചാപ്റ്റർ 1 ആണ് കേട്ടോ. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ 1929 വരെ ക്ലാസിക്കൽ ആശയങ്ങളായ പൂർണ്ണ തൊഴിൽ, ലേസേ ഫെയർ തുടങ്ങിയവയായിരുന്നു പ്രാധാന്യം. അപ്പോൾ അണ്ടിൽ 1929 എംഫസൈസ് വാസ് ദ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലേസേ ഫെയർ എന്നുള്ളത്. ലേസേ ഫെയർ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് ഇല്ലാതെ, മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ലേസേ ഫെയർ തിയറിയുടെ ഒരു ആകെ മൊത്തം പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ് എന്നുള്ളത് 1929 ഗ്രേറ്റ് ഡിപ്രഷൻസ്, ദ ഗ്രേറ്റ് ഡിപ്രഷൻ, മഹാമാന്ദ്യം, ക്ലാസിക്കൽ ആശയങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചു. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 പ്രൂവ്ഡ് ദാറ്റ് ക്ലാസിക്കൽ ഐഡിയ വാസ് റോങ്. ഓക്കെ, ദെൻ അതിനുശേഷം 1936 ജെയിം കെയ്ൻസ് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ജനറൽ തിയറി, അതിലാണ് ഇത്തരത്തിലുള്ള മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഐഡിയ, അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദേശീയ വരുമാനമൊക്കെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ആവശ്യമാണ്, മാക്രോ എക്കണോമിക്സിന് പ്രസക്തി ഉണ്ട് എന്നുള്ളത് 1936 ജെയിം കെയ്ൻസ് പുറത്തിറക്കിയ ജനറൽ തിയറി എന്ന കൃതി സ്ഥൂല സാമ്പത്തിക ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ 1929 മുതൽ 33 വരെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്, അമേരിക്കയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് അത് യൂറോപ്പ്, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഉൽപ്പാദനം കുറഞ്ഞു, പ്രൊഡക്ഷൻ ഡിക്ലൈൻഡ്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, ഫാക്ടറികൾ അടച്ചു, ഓഹരി വിപണി തകർന്നു. ഇത് ചോദിക്കും 1929 ദ ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് എഴുതാൻ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇതിൽ. ദെൻ അടുത്ത ഇതിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി, ഇതും ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളാണ്. ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ അഥവാ ഗാർഹിക മേഖല എന്ന് പറഞ്ഞാൽ അവരാണ് കൺസ്യൂമേഴ്സ്, അല്ലേ? അവരാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് ഹൗസ് ഹോൾഡിലുള്ള ആൾക്കാർ. ദെൻ ഫേംസ്, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനാണ്, അല്ലെ? സ്ഥാപനങ്ങളാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫാംസ് ആണ്. ദെൻ ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞു ലേസേ ഫെയറിലെ ഹൗസ് ഹോൾഡും അതുപോലെ തന്നെ ഫേംസും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ മൂന്നാമതൊരു ഏജൻസിയും കൂടി വരികയാണ് 1939 ശേഷം, അല്ലെങ്കിൽ ഒരു മാക്രോ എക്കണോമിക്സ് കൺസെപ്റ്റിന് ശേഷം ഗവൺമെൻറ് എന്നുള്ളത്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് ആവശ്യമാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും. ദെൻ എക്സ്റ്റേണൽ സെക്ടറും കൂടി ആഡ് ചെയ്തു. അതായത് ഇപ്പോൾ ഒരു ഓപ്പൺ എക്കോണമിയാണ് നമ്മളെ രാജ്യങ്ങളെല്ലാം, ഗ്ലോബലൈസേഷനൊക്കെ. അപ്പോൾ ബാഹ്യമേഖലയും ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു മേഖലയായിട്ട് കണക്കാക്കുന്നു എന്നാണ്. ദെൻ ഇതിൽ ചോദിക്കുന്ന 1 വേർഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അടഞ്ഞ സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ തുറന്ന സമ്പദ് വ്യവസ്ഥ. ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ an economy that has no economic relation with other countries. മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധമില്ലാത്ത സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധമുള്ള
സമ്പദ് വ്യവസ്ഥയാണ് ആൻ എക്കോണമി ദാറ്റ് ഹാസ് കം റിലേഷൻ വിത്ത് അതർ കൺട്രീസ് എന്നാണ്. ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ നോക്കാനുള്ളത്. ഈ രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.